ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ കല്യാണം കഴിക്കുന്ന പെണ്ണിനെ മനസ്സിലാക്കാൻ പറ്റുന്നവനാ, ക്ഷമിച്ചും സഹിച്ചും തിരിച്ചറിവോടെ പെരുമാറുന്നവനാ. അതുകൊണ്ടാ ഒരിക്കലൊരു വലിയ യാത്ര കഴിഞ്ഞ് വീട്ടിക്ക് കയറി വന്ന അള്ളാന്റെ തിരുദൂതൻ ചോദിച്ചു, ആയിഷ വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും താ. അകത്ത് കയറി ചട്ടിയുടെ അടിഭാഗം പരതി നോക്കുമ്പം അല്പം ഉണങ്ങിയ ഗോതമ്പ്. ആ ഗോതമ്പെടുത്ത് തീയിലിട്ട് വാട്ടി പുഴുങ്ങി അള്ളാന്റെ ഹബീബിന്റെ മുൻപിൽ കൊണ്ടുവച്ചു. അല്പം ഗോതമ്പെടുത്ത് വായിലിട്ട റസൂലിന്റെ മുഖം കണ്ടപ്പോ ആയിഷ ബീവിക്ക് മനസ്സിലായി ഇത് തിന്നാൻ പറ്റൂലെന്ന്. കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന ആയിഷ ബീവിയോട് റസൂൽ ചോദിച്ചു, ആയിഷ എന്തെങ്കിലും ഒരു കൂട്ടാൻ കിട്ടണം, അല്ലാണ്ട് കഴിക്കാൻ പറ്റുന്നില്ല ആയിഷ. സുർക്കയുള്ളൂ നബിയെ. കൊണ്ടുവരപ്പെട്ട സുർക്ക ഒഴിച്ച് ആ ഗോതമ്പും സുർക്കയും കൂട്ടിക്കുഴച്ച് വാരിത്തു നിന്ന റസൂലുള്ളാനെ കണ്ടപ്പോ ഹൃദയം പൊട്ടി ആയിഷ ബീവി ചോദിച്ചു, നബിയെ നിങ്ങൾക്ക് എന്നോടെന്തോ ദേഷ്യമുണ്ടോ പ്രവാചക? അങ്ങേക്ക് ഭക്ഷണം തരാൻ ഈ വീട്ടിൽ പച്ചവെള്ളമല്ലാതെ വേറൊന്നും ഇല്ലാഞ്ഞിട്ടാ നബിയെ. ആയിഷ ബീവിക്ക് കണ്ണീരുണ്ട്, സങ്കടമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ അള്ളാന്റെ ഹബീബ് ആദ്യം ചെയ്തത് എന്താണെന്നറിയോ? ആയിഷ റളിയല്ലാഹു തആല അൻഹാനെ കൊണ്ടൊരു ഗ്ലാസ് വെള്ളം എടുപ്പിച്ചു. ആ വെള്ളം കൊണ്ടുവന്ന ആയിഷ ബീവിയുടെ കയ്യിൽ നിന്ന് അതേ ഗ്ലാസ് ആയിഷ ബീവിന്റെ ചുണ്ടത്ത് വെച്ച് അള്ളാന്റെ ഹബീബ് പറഞ്ഞു, നീ കുടിക്ക ആയിഷ. അള്ളാന്റെ പ്രവാചകന്റെ മുൻപിൽ വെച്ച കവിള് കുടിച്ച ആയിഷ ബീവിയുടെ ചുണ്ട് പതിഞ്ഞ അതേ ചുണ്ടിന്റെ ഭാഗത്ത്, ആ പാത്രത്തിൽ ചുണ്ട് പറ്റിയ ഭാഗത്ത് ചുണ്ട് വെച്ച് റസൂൽ വെള്ളം കുടിക്കുമ്പോ ആ പ്രണയത്തിന്റെ മുൻപിൽ, ആ സ്നേഹത്തിന്റെ മുൻപിൽ ആയിഷ ബീവി വീണ്ടും പൊട്ടിക്കരഞ്ഞു. വാരിക്കുഴച്ച ആ ഒരു ഗോതമ്പും അല്പം സുർക്കയും കൂട്ടി ആയിഷ ബീവിന്റെ വായിൽ വെച്ചിട്ട് റസൂലുള്ള പറഞ്ഞു, കരയല്ലേ ആയിഷ, എനിക്കറിയാം ഈ വീട്ടിൽ ഒന്നുമില്ലാന്ന്, എന്നാലും സുർക്കയും ഗോതമ്പും എന്ത് നല്ല കൂട്ടാനാന്നറിയോ ആയിഷ? ഇതാ മനുഷ്യരെ പരിഗണന, ഇതാ അവനാന്റെ വീട്ടിലെ പെണ്ണാഗ്രഹിക്കുന്നത്. സ്വന്തം വീട്ടിലുള്ള പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറാൻ പറ്റാത്തവൻ ഒരിക്കലും പടച്ചോന്റെ അടുത്തൊരു നല്ലവനാവൂല. അതുകൊണ്ടാ ഹിയാറുക്കും അഹ്സനുക്കും ലിനിസായിക്കും, ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാ.